ഗായ്സ്, ഒരു ബീഫ് ബർഗർ ഉണ്ടാക്കിയാലോ? എന്നാ വാ, പോരെ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നമ്മുടെ ബീഫ് ആദ്യം എടുത്ത് നമ്മളിത് എല്ലാം കുനുകുനാന്ന് സ്മോൾ പീസസ് ആക്കണം. വളരെ സ്മോൾ പീസസ്, ഒരു മീഡിയം റേഞ്ച് പിടിച്ചാലും മതി. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം എടുത്ത് നമ്മുടെ മിൻസർ മെഷീനിൽ കൊണ്ടിടണം. മിൻസർ മെഷീനിൽ കൊണ്ടിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഒരു ഇലക്ട്രിക് ഉപകാരമാണ്. എല്ലാ ബർഗർ ഷോപ്പിലും ഇങ്ങനത്തെ മിൻസർ മെഷീൻസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ ക്വാളിറ്റി കിട്ടുന്നത് ഈ മെഷീൻ തന്നെ വേണം. എന്നാലാണ് ആ ജ്യൂസി ആയിട്ടുള്ള പാറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നൂല് പോലെയാണ് ഇത് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ചിട്ടായി വരിക. അത് കാണാൻ വല്ലാത്ത ജാതി ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ. ഇനി ഇതെല്ലാം അരച്ച് വെച്ചിട്ട് നമ്മുടെ സീക്രട്ട് സ്പൈസസ് ഇട്ടാലോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഗാർലിക് പൗഡർ, അടുത്തത് നമ്മുടെ ഓണിയൻ പൗഡർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ സ്പൈസി ബ്ലാക്ക് പെപ്പർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒറിഗാനോ ഇടുന്നത് ആരോടും പറയണ്ട കേട്ടോ, ഇറ്റ്സ് അവർ സീക്രട്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസി ബീഫ് അങ്ങോട്ട് സെറ്റായി. പിന്നെ ബട്ടറൊക്കെ തവയും അങ്ങോട്ട് പരട്ടി നമ്മുടെ പാറ്റൊക്കെ ഇങ്ങോട്ട് ഷേപ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ബണ്ണിൽ സോസൊക്കെ പരട്ടി ക്യാപ്സിക്കും ടൊമാറ്റോയും കുക്കുംബറൊക്കെ ഇട്ട് നമ്മുടെ തവയിൽ വെച്ച പാറ്റ് അങ്ങോട്ട് എടുത്ത് തപേന്ന് നമ്മുടെ ബണ്ണും അങ്ങോട്ട് വെച്ച് ഒരു കടി കടിച്ചാലേ സെർക്കാണ് കഴിച്ച്. പിന്നെ സെർക്കാണ്. ഇനി ഇതെടുത്ത് നമ്മുടെ ഓവനിലൊക്കെ ഒന്ന് വെച്ചൊന്ന് ഹീറ്റാക്കി കൊടുത്താലേ ആ ടേസ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് ഇല്ലേ, അതങ്ങോട്ട് എടുത്ത് കാണിക്കും.